അജീഷ് ചേകമോറൻ കൂടി ചെയ്യുന്നു. അജീഷ്, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓരോ ദിവസവും ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചതാണെന്ന രീതിയിൽ ഒരുപാട് തെളിവുകൾ വരുന്നു. ഇവർ കുടുംബത്തിന്റെ സമ്മതത്തോടെയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ പോയതെന്നും 5 വർഷം മുമ്പേ ക്രിസ്ത്യാനികളാണെന്നും അടക്കമുള്ള വിവരങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യക്കടത്തും മതപരിവർത്തനമെന്ന വകുപ്പുകൾ അത് ചാർത്തിക്കൊടുത്താണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും ആ കേസ് FIR സ്ക്വാഷ് ചെയ്യാൻ ഇതുവരെ ഈ പറയുന്ന ഛത്തീസ്ഗഡ് സർക്കാർ തയ്യാറായിട്ടില്ല. 1, 2, ഈ പെൺകുട്ടികളടക്കം ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന ബജ്രംഗ് ദളിനെതിരെ നൽകിയ പരാതിയിൽ ഒരു കേസ് പോലും എടുക്കാനും തയ്യാറായിട്ടില്ല. വിവരങ്ങൾ സുഹേൽ, അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ കോടതി തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചതാണ്. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കെട്ടിച്ചമച്ചത് എന്ന് കോടതി തന്നെ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഈ ജാമ്യം കിട്ടിയതും. പക്ഷേ ചില കർശന ഉപാധികൾ ഈ ജാമ്യത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾക്ക് നാട്ടിൽ പോലും പോകാൻ ഇപ്പോൾ പറ്റാത്തത്. അതായത് 14 ദിവസം കൂടുന്തോറും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുക തുടങ്ങിയ ഉപാധികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ 8-ാം തീയതി ഒരിക്കൽ കൂടി കോടതിയിലും പോവേണ്ടതുണ്ട്. ബിലാസ്പൂരിലെ NIA കോടതിയിലാണ് ഈ 2 കന്യാസ്ത്രീമാരും ഹാജരാകേണ്ടത്. ആ 8-ാം തീയതി ഹാജരാകുമെന്ന് ഈ സഭ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ആലോചനയുമുണ്ട്. നാട്ടിൽ കുറച്ച് ദിവസം കേരളത്തിലേക്ക് ചെലവഴിച്ചതിന് ശേഷം വീണ്ടും ഛത്തീസ്ഗഡിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ കേസ് എങ്ങനെ തീർപ്പാക്കണമെന്ന കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. നിലവിൽ സർക്കാർ ഈ ക്വാഷ് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഇതുവരെയ്ക്കും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ പോകണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി തേടണോ എന്ന കാര്യം സഭ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. നിലവിൽ NIA-യിലേക്ക് കേസ് എത്തിയെങ്കിൽ പോലും NIA അന്വേഷണമൊന്നും തുടങ്ങിയിട്ടില്ല. നിലവിൽ ഇപ്പോഴും ഛത്തീസ്ഗഡ് റെയിൽവേ പോലീസിന്റെ കീഴിൽ തന്നെയാണ്, റെയിൽവേ പോലീസ് എടുത്ത കേസ് തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇനി തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ളത് ഈ പോലീസിന്റെയും ഒപ്പം തന്നെ സർക്കാരിന്റെയും ഒക്കെ നീക്കം അനുസരിച്ച് മതി എന്നുള്ളൊരു നിലപാടിലാണ് സഭയുള്ളത്. നിലവിൽ ഈ 2 കന്യാസ്ത്രീകൾക്കും പുതിയ ചുമതലകളോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും നൽകേണ്ട കാര്യമില്ലെന്നും എത്തിയിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ ഛത്തീസ്ഗഡിലെ തന്നെ ദില്ലി രാജാഹര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു കോൺവെന്റിലാണ് ഈ 2 കന്യാസ്ത്രീകളും ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടികൾ നൽകിയ പരാതി. ഇവർ 2 പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. ഒന്ന് ഓർച്ച എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനും മറ്റൊന്ന് മറ്റൊരു പോലീസ് സ്റ്റേഷനിലുമാണ് പരാതി കൊടുത്തത്. ആ പരാതിയിൽ പോലീസ് ഇന്നലെയാണ് പരാതി കൊടുത്തതെങ്കിൽ പോലും ഇതുവരെ പോലീസ് FIR ഇടാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ തെളിവുകൾ ഉണ്ടായിട്ട് പോലും പോലീസ് ഈ കേസ് എടുക്കാത്തത് അവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെന്നാണ് വിമർശനം.